അതിനകത്ത് വില്ലുവ ശരപ്പൊടി മാലകൾ ഉണ്ട്. വലിയ മാലകളാണ്, 18 അടി നീളം, 20 അടി നീളം ഒക്കെയുള്ള ശരപ്പൊടി മാലകൾ. അതുപോലെ തന്നെ കർണാഭരണങ്ങളുണ്ട്, കൈവളകളുണ്ട്, മോതിരങ്ങളുണ്ട്, അതുപോലെ സ്വർണ്ണ പ്രതിമകളുണ്ട്, അതുപോലെ നാണയങ്ങളുണ്ട്. വെനീഷ്യൻ ഡ്യൂക്കറ്റ് എന്ന് പറയുന്ന നാണയങ്ങൾ, അതുപോലെ പോർട്ടുഗീസ് സ്വർണ്ണ നാണയങ്ങൾ, നെതർലൻഡ്സിന്റെ സ്വർണ്ണ നാണയങ്ങൾ, സ്പെഷ്യൽ ദർശനം, VIP ദർശനം, ഒരാൾക്ക് നിന്ന് 500 രൂപ വാങ്ങിച്ചുള്ള ദർശനം, 10,000 രൂപ വാങ്ങിച്ചിട്ടുള്ള ഒരു കുടുംബത്തെ കാണിക്കല്, ഇതെല്ലാം തന്നെ ആചാര ലംഘനമാണ്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറന്നിട്ടില്ല എന്നുള്ളത് പച്ചക്കള്ളം. ഒരു തവണയല്ല 7 തവണ തുറന്നിട്ടുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് പ്രളയമുണ്ടായില്ല? ഈ പറയുന്നതെല്ലാം കെട്ടുകഥകൾ മാത്രമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറയിൽ കണക്കറ്റ സമ്പത്തുണ്ട്. അമൂല്യ നിധികളിൽ പലതും മോഷ്ടിക്കപ്പെട്ടു. ആരാണിതിന് പിന്നിലുള്ളത്? രാജകുടുംബം പലതും ഒളിപ്പിച്ചു വെക്കുകയാണെന്ന് പച്ചയ്ക്ക് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് പ്രൊഫസറും ചരിത്രകാരനുമായ MG ശശിഭൂഷൺ. പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളും പഠനങ്ങളും ഗവേഷണങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ള ആളും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആചാരങ്ങളെ കുറിച്ചുമൊക്കെ പുസ്തകങ്ങളൊക്കെ രചിച്ചിട്ടുള്ള ആളാണ് ശശിഭൂഷൺ. കൊട്ടാരവുമായി അദ്ദേഹത്തിന് വളരെ അടുപ്പമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ആചാര ലംഘനങ്ങളാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്നത് എന്ന് അദ്ദേഹം വെട്ടിത്തുറന്ന് പറഞ്ഞതിന് പിന്നാലെ രാജകുടുംബവുമായി ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നേരെ ഭീഷണികളൊക്കെ ഉയരുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു വെക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കീഴ്വഴക്കങ്ങളും ആചാരങ്ങളും എല്ലാം ലംഘിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ VIP ദർശനമൊക്കെ ഒരു കാലത്തും അവിടെ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ അദ്ദേഹം വെട്ടിത്തുറന്ന് പറയുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് ബി നിലവറയെ കുറിച്ചുള്ള പല കാര്യങ്ങളും അദ്ദേഹം മലയാളി വാർത്തയോട് പങ്കുവച്ചിരിക്കുന്നത്. 10 അടി 20 അടി നീളമൊക്കെയുള്ള വലിയ മാലകളൊക്കെ ഈ ബി നിലവറയിൽ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ നിലവറ തുറന്നിട്ടില്ല എന്നുള്ളത് വെറും തട്ടിപ്പ് മാത്രമാണെന്നും എത്രയോ തവണ അത് തുറന്നിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ബി നിലവറ കാക്കുന്നത് ഒരു നാഗമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 7 തവണ ഈ നിലവറ തുറന്നത് ആ സർപ്പത്തിന് ഭക്ഷണം കൊടുക്കാനാണോ എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇന്നിപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കച്ചവടം മാത്രമാണ് നടക്കുന്നതെന്നും അത് എതിർക്കപ്പെടേണ്ടതാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് ഒരു സമിതിക്കാണ്. ജില്ലാ ജഡ്ജി ഉൾപ്പെട്ട സംഘമാണ് ആ സമിതിയിലുള്ളത്. പക്ഷേ ആ സമിതി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. രാജകുടുംബം പല കെട്ടുകഥകളും ഇതിനു മുൻപും ബി നിലവറയെ കുറിച്ച് പറഞ്ഞു നടന്നിട്ടുണ്ട്, പാടി നടന്നിട്ടുണ്ട്. ജനങ്ങളുടെ, പ്രത്യേകിച്ച് വിശ്വാസികളെ ചൂഷണം ചെയ്യുകയാണ് ആ ചെയ്യുന്നതെന്നും ഇതുപോലെയുള്ള കെട്ടുകഥകൾ പടച്ചു വിട്ടുകൊണ്ട് ഒരു സംഘം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വലിയ കൊള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ശശിഭൂഷൺ വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഒന്ന് കേട്ടു നോക്കാം. ശരിക്കും ഈ ബി നിലവറയിൽ പണ്ടുണ്ടായിരുന്ന അതേ സമ്പത്ത് ഇപ്പോഴും ഉണ്ടോ, അതോ അതൊക്കെ കൈമോശം വന്നിട്ടുണ്ടോ, മോഷണം സംഭവിച്ചിട്ടുണ്ടോ? 7 തവണ തുറന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ എന്തിനു വേണ്ടി തുറന്നു? അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ? എനിക്ക് പറയാവുന്ന ഒരു പരിധിക്കകത്ത് തന്നെ പറയാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഒരു അത് തുടർന്നും അത് അതിഗംഭീരമായിട്ട് മുമ്പോട്ട് പോകണം, അതിന് യാതൊരു ലോപവും വരരുത് എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അറിയുമെന്ന് അറിഞ്ഞുകൂടാ, ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ പറ്റി 3 തവണ എഴുതിയിട്ടുണ്ട് പുസ്തകങ്ങളായിട്ട്. ഒന്ന് ആമസോൺ വഴി കിട്ടുന്ന ഇംഗ്ലീഷ് പുസ്തകമാണ്. മറ്റൊന്ന് ഞാനും ഒരു ഡോക്ടർ RP രാജയും കൂടെ ചേർന്നിട്ടുള്ള ഒരു പുസ്തകമാണ്. മറ്റൊന്ന് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ രാജകുടുംബത്തിന്റെ ആർഗ്യുമെന്റ്, ഒരു കോടതി അതിനുവേണ്ടി കോടതിയിൽ ഒരു ഡോക്യുമെന്റ് സമർപ്പിച്ചു. ആ ഡോക്യുമെന്റ് അത് സമർപ്പിച്ചതിന് തയ്യാറാക്കിയത് ഞാനാണ്. അപ്പൊ എനിക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ പതിവ് ശാസനങ്ങൾ എന്താണെന്നറിയാം. അവിടുത്തെ മതിലകൻ രേഖയിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യം, ഇതൊക്കെ വളരെ ക്ലേശിച്ച് അനവധി വർഷങ്ങൾ എടുത്ത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. മാത്രമല്ല, ഒരുപാട് ആളുകൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ പറ്റി പഠിച്ചിട്ടുള്ളവർ ഉണ്ടാവും. അപ്പൊ പത്മനാഭസ്വാമി, അതുകൊണ്ട് തന്നെ എനിക്ക് ചില പരിമിതികളുണ്ട്. എങ്കിലും പറയാം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സമ്പത്ത് പല കാര്യങ്ങൾക്കായിട്ട് എടുത്തിട്ടുണ്ട്.
അത് പല കാര്യങ്ങൾക്കായിട്ടെന്ന് പറഞ്ഞാല് ഒന്ന് രാജ്യകാര്യങ്ങൾക്കായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് 2ാം ലോക മഹായുദ്ധകാലം. അപ്പോ കറൻസിക്ക് ഒരു ഷോർട്ടേജ് വരും. അപ്പൊ കറൻസിക്ക് ഒരു ഷോർട്ടേജ് വരുമ്പോ അതിനെ എങ്ങനെ പരിഹരിക്കാം? അപ്പൊ അങ്ങനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് വെള്ളി ഇൻകട്ട്സ് എടുത്തു. ഈ വെള്ളി ഇൻകട്ട്സ് എടുത്തിട്ട് എന്ത് ചെയ്തു? ചിത്ര തിരുനാളിന്റെ പേരിലുള്ള നാണയങ്ങൾ ഉണ്ടാക്കി. ആ നാണയങ്ങൾ ഉണ്ടാക്കിയത് ഒരു സാമ്പത്തിക സുരക്ഷാ നടപടിയായിരുന്നു. അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറയിൽ നിന്ന് എടുക്കുന്ന പണം കടം കൊടുക്കാറുണ്ട്. രാജ രവിവർമ്മയ്ക്ക് പണം കടം കൊടുത്തതായിട്ട് മധുരകൻ രേഖയിൽ പറയുന്നുണ്ട്. 4% പലിശ കൊടുത്ത് തിരിച്ചടയ്ക്കണം. അദ്ദേഹത്തിന് ചിത്രങ്ങൾ വരയ്ക്കാനുള്ള ക്യാൻവാസുകൾ വാങ്ങിക്കാനായിട്ടാണ് പണം കടം കൊടുക്കുന്നത്. നമുക്കറിയാം, രാജാ രവിവർമ്മയുടെ കൊച്ചുമക്കളാണ് ഇപ്പോഴത്തെ പിന്നീട് രാജ്യം ഭരിച്ചിരുന്ന റീജന്റ് റാണിയും അതുപോലെ പിന്നീട് ചിത്ര തിരുനാളിന്റെ മാതാവായ സേതു പാർവതി ബായിയും. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ പണം കടം കൊടുത്തിട്ടുണ്ട്. കുട്ടനാട്ടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് കാവാലൻ കുടുംബത്തിന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പണം കടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതൊക്കെ തിരിച്ചു അടച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതിനകത്ത് മറ്റു നടപടികളെ പറ്റി അതിനെപ്പറ്റി ഞാൻ കൂടുതൽ കടക്കുന്നില്ല. ഏതായാലും അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറയിൽ നിന്ന് സ്വർണം എടുത്തിട്ടാണ് അവിടുത്തെ ഒറ്റക്കൽ മണ്ഡപത്തിലെ തൂണുകൾ പൂശിയിട്ടുള്ളത്. തീർന്നിട്ടില്ല, വലിയ ബലിക്കല്ല് പൂശിയിട്ടുള്ളത്. എവിടുന്നാണ്? ഈ പറയുന്ന സ്വർണ്ണക്കട്ടി എടുത്തിട്ടുള്ളതാണ്. ഈ സ്വർണ്ണക്കട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് സമ്പാദിച്ചതാണ്. ഞാൻ ഉപയോഗിക്കുന്ന വാക്കെന്താണ്? സമ്പാദിച്ചതാണ്. സമ്പാദിച്ചതെന്ന് പറഞ്ഞാല് കായംകുളത്തിനെയും ദേശിങ്ങനാടിനെയും തെക്കൻകൂറിനെയും വടക്കൻകൂറിനെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അപ്പൊ അവിടെയൊക്കെയുള്ള മഹാക്ഷേത്രങ്ങളില്, അവരുടെയൊക്കെ ക്ഷേത്രങ്ങളില് ഇതുപോലെ നിധികൾ ഉണ്ടായിരുന്നു. ആ നിധിയെല്ലാം തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. പക്ഷെ അത് ഉരുക്കി സ്വർണ്ണക്കട്ടിയായിട്ട് കൊണ്ടുവന്നു. അതല്ലാതെ തിരുവനന്തപുരത്ത് സ്വർണ്ണഖനിയൊന്നുമില്ല. ഇതിങ്ങനെ കൊണ്ടുവന്നതാണ്. പക്ഷെ ഇവിടെ അത് വളരെ അതിനെ ഭയഭക്തിയോടുകൂടി സൂക്ഷിച്ചു എന്നുള്ളത് നമുക്ക് അഭിമാനമുള്ള കാര്യമാണ്. അതിനെപ്പറ്റി ന്യൂയോർക്ക് ടൈംസ് ഇവിടുത്തെ ആകെയുള്ള സമ്പത്തിനെ പറ്റി അവരുടെ ഒരു അസസ്മെന്റ് പറയുന്നുണ്ട്. ഇവിടെയുള്ള സമ്പത്ത് കാണാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്, മറ്റു പലർക്കും എന്ന പോലെ. അപ്പോൾ അതിനകത്ത് എന്താ ഉള്ളത്? അതിനകത്ത് വലിയ ശരപ്പൊളി മാലകൾ ഉണ്ട്. വലിയ മാലകളാണ്, 18 അടി നീളം, 20 അടി നീളം ഒക്കെയുള്ള ശരപ്പൊളി മാലകൾ. അതുപോലെ തന്നെ കർണാഭരണങ്ങളുണ്ട്, കൈവളകളുണ്ട്, മോതിരങ്ങളുണ്ട്, അതുപോലെ സ്വർണ്ണ പ്രതിമകളുണ്ട്, അതുപോലെ നാണയങ്ങളുണ്ട്. വെനീഷ്യൻ ഡ്യൂക്കറ്റ് എന്ന് പറയുന്ന നാണയങ്ങൾ, അതുപോലെ പോർട്ടുഗീസ് സ്വർണ്ണ നാണയങ്ങൾ, നെതർലൻഡ്സിന്റെ സ്വർണ്ണ നാണയങ്ങൾ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്വർണ്ണ നാണയങ്ങൾ, നമ്മുടെ തിരുവിതാംകൂറിന്റെ തന്നെ കലിയൻ പണം എന്ന് പറയുന്ന കലിയൻ പണം പോലെയുള്ള സ്വർണ്ണ നാണയങ്ങൾ, ഇവയ്ക്കൊക്കെ ആന്റീക് വാല്യൂ ആണ് ഉള്ളത്. അപ്പോ ഈ നിലവറയിൽ എന്തായിരിക്കും ഉള്ളത് എന്ന് പറഞ്ഞാൽ എനിക്കത് പറയാൻ കഴിയില്ല. എങ്കിലും ഞാൻ ഊഹിക്കുന്നു, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രം പഠിച്ചിട്ടുള്ള ആളെന്ന നിലയിൽ ഇവിടെ ഉണ്ടായിരുന്നത് ഇൻകട്സ് ആയിരിക്കും. ഈ രാജകുടുംബം വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള പല നിലപാടുകളും എടുത്ത ഒരു കുടുംബമാണ്. ഉദാഹരണത്തിന് ക്ഷേത്രപ്രവേശന വിളംബരം 1936 ആദ്യമായി പുറപ്പെടുവിക്കുന്നത് തിരുവിതാംകൂർ രാജകുടുംബമാണ്. പിന്നീട് ഉടനെ തന്നെ തഞ്ചാവൂരിലെ മറാഠ രാജകുടുംബം 1937 ക്ഷേത്രപ്രവേശനം വിളംബരം പുറപ്പെടുവിച്ചു. അടുത്ത വർഷം തന്നെ കാശ്മീരിലെ രാജകുടുംബം ക്ഷേത്രപ്രവേശന വിളംബരം, എല്ലാ വിഭാഗക്കാർക്കും ക്ഷേത്രങ്ങൾ തുറന്നു കൊടുക്കുന്നതായിട്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചു. അതുപോലെ ചിത്ര തിരുനാൾ തന്നെ ഈ കുലശേഖര പെരുമാൾ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു സ്ഥാനം വഹിക്കാൻ വേണ്ടിയിട്ട് ഒരു തുലാപുരുഷ ദാനം, ഹിരണ്യഗർഭ സ്നാനം ഇതൊക്കെ നടത്താൻ തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ ആളാണ്. എന്ന് മാത്രമല്ല, ഇത്തരം ചെലവുകൾക്ക് വേണ്ടി വരുന്ന പണം അതുകൊണ്ട് നിർധനരായിട്ടുള്ള കുട്ടികളെ, സ്ത്രീകളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വഞ്ചി പൂർ ഫണ്ട് തുടങ്ങണം എന്ന് തീരുമാനിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ വളരെ പുരോഗമനപരമായ നടപടികൾ നടത്തി മാതൃക കാണിച്ചിട്ടുള്ള രാജകുടുംബം ഈ ഒരു കാര്യത്തില് അന്ധവിശ്വാസത്തെ കൂട്ടുപിടിക്കുന്നതിന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ
അതിലെന്തെങ്കിലും ഗൂഢ താല്പര്യങ്ങൾ ഉണ്ടാവും. സാറിന് രാജകുടുംബവുമായിട്ടൊക്കെ അടുപ്പമുണ്ടായിരുന്ന ആളാണ്, അതുകൊണ്ട് കൂടി ചോദിക്കുകയാണ്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാജകുടുംബം പാലിക്കേണ്ട ചില കീഴ്വഴക്കങ്ങളും അവരുടേതായിട്ടുള്ള ചില ആചാരങ്ങളും ഒക്കെ ഉണ്ട്. ഇന്നിപ്പോൾ ബി നിലവറ തുറക്കുന്നതിനെ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് എതിർക്കുന്ന രാജകുടുംബം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പോഴും പാലിക്കുന്നുണ്ടോ? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. അവിടെ ആചാര ലംഘനങ്ങളുടെ ഒരു പരമ്പരയാണ് ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ തന്നെ ഒരു ഉദാഹരണം പറയാം. തന്ത്രി, ഇപ്പോഴത്തെ തന്ത്രി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ദിവംഗതനായി. ആ സ്ഥാനത്ത് ഇപ്പോൾ ഉള്ള സതീശൻ നമ്പൂതിരിപ്പാട് ഇപ്പോ മുറജപത്തോടനുബന്ധിച്ച് ഒരു പ്രത്യേക പൂജ നടത്താനായിട്ട് സിനിമാ താരമായ മോഹൻലാലിനെ വിളിച്ചിട്ട് അതിന്റെ കൂപ്പൺ വിൽപ്പന ഉദ്ഘാടനം ചെയ്യിക്കുന്നതായിട്ട് ഞാൻ വായിച്ചു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഒരു സിനിമാ നടൻ, അദ്ദേഹം എത്ര വലിയ ആളായാലും മലയാളികളുടെ ഒരു പ്രിയപ്പെട്ട നടനാണെന്നുള്ളത്. വാസ്തവത്തിൽ എനിക്ക് മോഹൻലാലിനോട് പറയാനുള്ളത്, താങ്കൾ ഒരു കാരണവശാലും ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപത്തോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങിന് പണം പിരിക്കാനുള്ള കൂപ്പൺ ഉദ്ഘാടനം ചെയ്യാൻ പോകരുതെന്നാണ്. അപ്പൊ ആചാര ലംഘനങ്ങളെ അവിടെ നടക്കുന്നുള്ളൂ. ചക്രാബ്ജ പൂജ എന്ന് പറഞ്ഞിട്ടൊരു പൂജ ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് അവിടെ പതിവ് ശാസനങ്ങൾ എന്ന് പറഞ്ഞ് അവിടുത്തെ ആചാരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി പറയാം, പതിവ് ശാസനങ്ങൾ. ആ പതിവ് ശാസനങ്ങളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു നിലവറ തുറക്കുന്നതിന് തന്ത്രിയുടെ അനുവാദം വേണമെന്ന്? ഇപ്പോ ഈ ബി നിലവറ തുറക്കുന്നത് ആചാര ലംഘനമാണെന്ന് ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധി പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു. അദ്ദേഹം ഈ പതിവ് ശാസനം ഒന്ന് വായിച്ചിട്ട് അദ്ദേഹം എന്നെ ഒന്ന് വിളിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്.